Improper integrals of second kind. Improper integrals of second kind. Improper integrals of second kind. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് കൈൻഡ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇന്റഗ്രൽ a to b f of x dx where f of x is either where f of x is unbounded. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പറയാ എന്താണ് ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയാം. അതറിയാലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഈ പറയണ പോലെ നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നോക്കാം അതെന്താണ്. Let f belongs to R a plus epsilon b for every epsilon such that 0 less than epsilon less than b minus a, but f belongs to RAB. Then we define integral a to b f of x dx equal to limit x tends to 0 plus integral a plus epsilon to b f of x dx. നോക്കൂ, a plus epsilon to b എന്ന് പറഞ്ഞ ഇന്റർവെല്ലാണ് എഫ് റീമാൻ ഇന്റഗ്രബിൾ ആവുന്നത്. വേർ 0 ലെസ് ദാൻ എപ്സിലോൺ ലെസ് ദാൻ b മൈനസ് a ആണ് എങ്കിൽ but f is not Riemann integrable on RAB. RAB-യിൽ എ ബി എന്ന് പറഞ്ഞ ഇന്റർവെല്ലില് റീമാൻ ഇന്റഗ്രബിൾ അല്ല. എ പ്ലസ് എപ്സിലോൺ ബിയില് റീമാൻ ഇന്റഗ്രബിൾ ആണ്. അങ്ങനെയാണ് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് എങ്ങനെ പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഇന്റഗ്രൽ എ പ്ലസ് എപ്സിലോൺ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് പറയാം. എന്നിട്ട് ഈ ഡെഫിനിഷൻസ് കുറച്ച് കണ്ടാൽ എന്തോ പോലെ തോന്നണമെന്നേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പമാണ്, പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഇഫ് the limit on the RHS, അതായത് ഇത് is finite, നിങ്ങൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ RHS വാല്യൂ കണ്ടുപിടിക്കും, ഇന്റഗ്രൽ കണ്ടുപിടിച്ച് അതിന്റെ ലിമിറ്റ് എടുത്തു കഴിയുമ്പോൾ അത് finite, we say that the improper integral converges. Improper integral converges എന്ന് പറയും. And the limit, അതായത് limit of this integral is called the value of the integral. Limit of this integral നെ നമ്മൾ value of the integral എന്ന് പറയും. If the limit fails to exist, we say that the improper integral diverges. അപ്പൊ എന്താണ്? എഫ് ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ റീമാൻ ഇന്റഗ്രബിൾ ഓൺ എ പ്ലസ് എപ്സിലോൺ ടു ബി. എ പ്ലസ് എപ്സിലോൺ ബി എന്ന് പറഞ്ഞ ഇന്റർവെല്ലില് റീമാൻ ഇന്റഗ്രബിൾ ആണ്. ആൻഡ് എഫ് ഈസ് നോട്ട് റീമാൻ ഇന്റഗ്രബിൾ ഓൺ RAB, on the interval AB, and value of epsilon is between 0 and b minus a,
then integral a to b f of x dx is equal to limit x epsilon tends to limit x അല്ല കേട്ടോ ഞാൻ തെറ്റി എഴുതിയത് epsilon tends to 0 plus integral a plus epsilon to b നാലിൽ ഇവിടെ അങ്ങനെ വരുള്ളൂ limit epsilon tends to 0 plus integral a plus epsilon to b f of x dx ആയിരിക്കും ആൻഡ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ ഫൈനൈറ്റ് ലിമിറ്റ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവെർജ് ചെയ്യുമെന്ന് പറയും അതിൻ്റെ ലിമിറ്റ് അതിനെ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ എന്നും പറയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവർജസ് എന്നും നമ്മൾ പറയും ഓക്കെ ഇനി അടുത്തത് if f is Riemann integrable on a b minus epsilon for every epsilon such that 0 less than epsilon less than b minus a but f is not Riemann integrable on RAB f is Riemann integrable on r b minus epsilon പക്ഷെ not Riemann integrable on RAB ആണെങ്കിൽ then integral a to b f of x dx എന്ന് പറയുന്നത് integral എന്ത് പറയാ limit epsilon tends to 0 plus integral a to ഇവിടെ തന്ന ഇന്റർവെൽ തരാം b minus epsilon f of x dx അല്ലേ ഇവിടെ ഈ ഇന്റർവെൽ അല്ലേ തന്നിരിക്കുന്നത് അപ്പം നമ്മൾ integral a to b minus epsilon ആ ലിമിറ്റ് തന്നെ എഴുതുക f of x dx epsilon tends to 0 plus okay and ഇതേപോലെ തന്നെ നമുക്ക് പറയാം this integral converges if RHS is finite if RHS is finite the above integral converges എന്ന് പറയാം and its limit is the value of the integral എന്ന് പറയാം if the limit fails to exist the improper integral diverges എന്ന് പറയാം ഓക്കെ ഇനി ഒരു കേസും കൂടെ നമ്മൾ പറയുന്നുണ്ട് അതായത് if f becomes പിന്നെ പ്രത്യേകം ഓർമ്മിക്കുക ഇവിടെ എഫ് എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ഫംഗ്ഷൻ ആയിരിക്കും അത് അൺബൗണ്ടഡ് എന്ന് വെച്ചാൽ 1/x-2 എന്ന് പറയുമ്പോൾ അത് അൺബൗണ്ടഡ് അല്ല എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ പിന്നെ അൺബൗണ്ടഡ് ആണ് എഫ് എക്സ് 1/x-2 എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല അൺബൗണ്ടഡ് ആണെന്ന് പറയാം അങ്ങനെയുള്ള ഫംഗ്ഷനാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയുമ്പോൾ ഇനി ഇഫ് എഫ് becomes infinite f becomes infinite at if f becomes infinite at both endpoints a and b then integral a to b f of x dx equal to integral a to x naught f of x dx plus integral x naught to b f of x dx f ഇൻഫൈനൈറ്റ് ആവുക എയിലും ബിയിലും അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 1/x-a into x minus b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും എയിലും ബിയിലും എന്താണ് ഇൻഫൈനൈറ്റ് ആണല്ലോ അങ്ങനെയുള്ള കേസിൽ ഇന്റഗ്രൽ a to b f of x dx നെ നമ്മൾ ഇന്റഗ്രൽ a to x naught f of x dx plus integral x naught to b പിന്നെ f of x dx x naught is any real number and improper integral converges
on LHS converges എപ്പോഴ് if and only if improper integrals on RHS exist. Otherwise we say that പിന്നെ എന്താണ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഡൈവേർജസ് എന്ന് പറയും. അതായത് ഇതും എക്സിസ്റ്റ് ചെയ്യണം, ആദ്യത്തെ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യണം, ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ഇംപ്രോപ്പർ ഇന്റഗ്രല് കൺവെർജ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി if f becomes infinite at both interior points of closed interval a b, അതായത് ഇനി ഇപ്പൊ നോക്കിക്കോളൂ, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇപ്പൊ എ ബി ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ എ ബിയുടെ ഉള്ളിലുള്ള ഏതോ ഒരു പോയിന്റിൽ, അപ്പൊ ഇന്റഗ്രൽ 3 to 4 1/x-2 3 to 5 1/x-4 dx. അതായത് 3ക്കും 4നും ഇടയ്ക്കുള്ള ഒരു പോയിന്റിലാണ് ഫംഗ്ഷൻ ഇൻഫൈനൈറ്റ് ആവുന്നത്. ആൻഡ് f becomes infinite at an interior point d of closed interval a b. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, നമുക്ക് ഇന്റഗ്രൽ a to b f of x dx നെ ഇന്റഗ്രൽ a to d f of x dx ഉം പ്ലസ് ഇന്റഗ്രൽ d to b f of x dx എന്ന് എഴുതുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യണമെന്നുണ്ട് വെച്ചാൽ ബോത്ത് ഇന്റഗ്രൽസ് കൺവെർജ് ചെയ്യണം. കൺവെർജ് ചെയ്യുന്നില്ല വെച്ചാൽ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഡൈവർജസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു പ്രോബ്ലം നോക്കാം കേട്ടോ. ഫസ്റ്റ് പ്രോബ്ലം, എക്സാമിൻ ദി കൺവെർജൻസ് ഓഫ് ഇന്റഗ്രൽ 0 to 1 dx by x square. നോക്കൂ, ഈ പോയിന്റിലാണ്, ഒരു എൻഡ് പോയിന്റിലാണ് പിന്നെ ഫംഗ്ഷൻ ഇൻഫൈനൈറ്റ് ആവുന്നത് അല്ലേ. പക്ഷെ ഫംഗ്ഷൻ നോക്കി 1/x² നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ദ ഇന്റർവെൽ ക്ലോസ്ഡ് ഇന്റർവെൽ 0-1 അല്ല, ഓപ്പൺ ഇന്റർവെൽ 0-1. അപ്പൊ നമുക്കത് എഴുതാൻ വേണമെങ്കിൽ ഹിയർ the integrand 1/x² becomes infinite at x equal to 0 but is continuous on open closed interval 0-1. Then നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇന്റഗ്രൽ 0 to 1 dx by x square equal to limit epsilon tends to 0 plus integral 0 plus epsilon to 1. ഇവിടെ അല്ലേ, ഇതിന്റെ കൂടെ എപ്സിലോൺ ആഡ് ചെയ്യാം, 1/x² dx ചെയ്യാം. That is equal to limit epsilon tends to 0 plus x raised to -2 dx നെ എന്താ വരിക, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to -2 plus 1/-2 plus 1 വരും അല്ലേ. എപ്സിലോൺ ടു 1 ചെയ്യാം, അപ്പൊ എന്താ വരിക, ഇവിടെ -1/x എന്ന് വരും അല്ലേ, -1/x വരും. അപ്പൊ ലിമിറ്റ് epsilon tends to 0 plus -1/x epsilon to 1. അപ്പൊ 1 കൊടുക്കുമ്പോൾ -1/1 വരും, -1 പ്ലസ് 1/epsilon വരും. ലിമിറ്റ് epsilon tends to 0 plus epsilon tends to 0 കൊടുക്കുമ്പോൾ എന്താ വരിക, ഇവിടെ 1/0 അല്ലെ, 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി എന്ന് വരും, ഇൻഫിനിറ്റി -1 വരും, അപ്പൊ ഇൻഫിനിറ്റി വരും. Since the limit
is infinite, the improper integral diverges. അടുത്തത് second problem. Integral next one, integral 0 to 1 dx by root of 1 minus x square. അപ്പോൾ എവിടെ അത് 1 മുകളിലത്തേലാണ് അല്ലേ, അപ്പർ ലിമിറ്റിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യാൻ അൺബൗണ്ടഡ് ആവുന്നത്. ഫംഗ്ഷൻ എഫ് എക്സ്, പിന്നെ എഫ് എക്സ് ഹിയർ എഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എഴുതാം 1 by root of 1 minus x square അല്ലേ. ഫംഗ്ഷൻ ഈസ് unbounded at x equal to 1, അപ്പർ ലിമിറ്റിലാണ്. അപ്പൊ എന്താ എഴുതാം നമുക്ക് ഇതേപോലെ തന്നെ, ഇന്റഗ്രൽ 0 to 1 പിന്നെ 1 by root of 1 minus x square dx നെ limit epsilon tends to 0 plus integral 0 to 1 plus epsilon 1 by root of 1 minus x square dx. Limit epsilon tends to 0 plus 1 by root of 1 minus x square എന്ന് പറയുന്നത് എന്താണ്, എന്തിന്റെ ഇന്റഗ്രലാ, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. സൈൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ ലിമിറ്റ് കൊടുക്കുക 0 to 1 plus epsilon എന്ന് കൊടുക്കുക. That is equal to limit epsilon tends to 0 plus sin inverse 1 plus epsilon minus sin inverse 0. Sin inverse 1 plus epsilon എന്ന് പറയുമ്പോൾ epsilon tends to 0 plus, that is sin inverse 1 minus sin inverse 0. I by 2 minus sin inverse 0, 0. Answer I by 2. Okay. അപ്പോൾ അപ്പർ ലിമിറ്റിൽ വന്നപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് മിഡിലിൽ വരുമ്പോൾ എന്താണ്, എങ്ങനെയാണ് വരിക നോക്കാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, third question is integral 0 to 2 dx by 2x minus x square dx. അപ്പോൾ അതായത് നോക്കൂ, എവിടെയാണിത്, സീറോയിൽ തന്നെയാണ് അല്ലേ, സീറോയിൽ തന്നെയാണ്. പിന്നെ സീറോയിൽ അങ്ങനെയാണ് നോക്കാം, ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം നമുക്ക്. ദാറ്റ് ഇസ് ഇക്വൽ ഇന്റഗ്രൽ 0 to 2 dx by x into എന്ത് എഴുതാം നമുക്ക്, x into 2 minus x എന്ന് എഴുതുകയാണെങ്കിൽ സീറോയിലും 2ലും ഫംഗ്ഷൻ ബിക്കംസ് ഇൻഫൈനൈറ്റ് എന്ന് പറയാം. നമുക്ക് ഹിയർ നമ്മൾ എഫ് ഓഫ് എക്സ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ 1 by x into 2 minus x എടുക്കുകയാണെങ്കിൽ എഫ് എക്സ് becomes infinite at x equal to 0 and at x equal to 2 എന്ന് പറയാം. അപ്പം therefore എന്ത് എഴുതാം നമുക്ക്, that is integral 0 to 2 dx by 2x minus x square equal to integral എന്ത് പറയാം നമുക്ക്, ഇതിൻ്റെ ഇടയ്ക്ക് 0നും 2നും ഇടയ്ക്ക് ഒരു പോയിന്റ് എടുക്കാം, എന്നിട്ട് 0 to 1. അപ്പം നമുക്ക് 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ dx by 2x minus x square plus integral 1 to 2 dx by 2x minus x square. ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഓരോ ഇന്റഗ്രലും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്യാം. മനസ്സിലായോ? ആദ്യത്തെ ഇന്റഗ്രലിനെ എന്താ എഴുതാം നമുക്ക്, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു, ഇത് എവിടെയാ, ആദ്യത്തെ ഇന്റഗ്രല് 0 to 1 ആണ്. സീറോയില് ഇത് നോക്കുമ്പോൾ എഫ് എക്സ് നോക്കുമ്പോൾ സീറോയില് ഇത് അൺബൗണ്ടഡ് ആണ്, അപ്പോൾ 1ൽ അൺബൗണ്ടഡ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം,
limit epsilon tends to 0 plus integral 0 plus epsilon to 1 dx by 2x minus x square plus ഇതിനടുത്ത് limit epsilon tends to ഇവിടെ ഇത് എവിടെയാ 2ലാണ് അല്ലേ limit epsilon tends to limit delta tends to 0 plus integral 1 to 2 minus delta dx by 2x minus x square അങ്ങനെ എഴുതാം നമുക്ക് ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഈ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ഇൻ്റഗ്രേഷനൊക്കെ നന്നായിട്ട് നോക്കുക എല്ലാവരും +2ൻ്റെ ബുക്കൊക്കെ എടുത്തിട്ട് എന്താണ് ഇനി ഇൻ്റഗ്രൽ ഓഫ് 1/2x മൈനസ് എക്സ് സ്ക്വയറിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ നല്ലത് എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് എന്ന് എഴുതാം ഇതിനെ നമുക്ക് a/x പ്ലസ് b/2 മൈനസ് എക്സ് എന്ന് എഴുതുകയാണെങ്കിൽ എന്ത് വരും ഇത് a ഇൻറ്റു 2 മൈനസ് എക്സ് പ്ലസ് bx ബൈ എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് എന്ന് എഴുതാം അല്ലേ അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് എക്സ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എന്താ വരിക എക്സ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ a ഇൻറ്റു 0 പ്ലസ് ബി ഇൻറ്റു 2 ഈക്വൽ ടു 1 വരും അപ്പോൾ ബി ഈക്വൽ 1 ഇവിടുത്തെ ഈ 1 ബി ഈക്വൽ ടു 1/2 എന്ന് വരും അല്ലേ ആൻഡ് എക്സ് 0 കൊടുക്കുമ്പോൾ എന്താ വരിക a ഇൻറ്റു 2 പ്ലസ് ബി ഇൻറ്റു 0 ഈക്വൽ ടു 1 വരും അപ്പോൾ 2a ഈക്വൽ ടു 1 വരും എയും 1/2 എന്ന് വരും അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് സോറി നമുക്ക് എന്താ കിട്ടുക 1/2x പ്ലസ് 1/2 ഇൻറ്റു 2 മൈനസ് എക്സ് എന്ന് വരും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1/2 വെളിയിലെടുക്കുകയാണെങ്കിൽ എന്താണ് 1/x പ്ലസ് 1/2 മൈനസ് എക്സ് എന്ന് വരും അപ്പം ഈ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനല്ലേ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് therefore integral 1/2x minus x square dx ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താലും മതി 1/2 integral 1/x minus 1/x dx minus integral 1/2 minus x dx ചെയ്താൽ മതി that's equal to 1/2 into 1/x ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log x എന്നും മറ്റേത് log 2 minus x log 2 minus x എന്നും വരും അല്ലേ log 2 minus x ഇവിടെ പ്ലസ് അല്ലേ കുട്ടികളെ പ്ലസ് വരും അപ്പോൾ ഇവിടെ log 2 മൈനസ് എക്സ് എന്ന് വരും അതായത് മൈനസ് എക്സ് ആയതുകൊണ്ട് ഇൻറ്റു -1 വരുമ്പോഴാണ് ഇവിടെ മൈനസ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും therefore നീ നമുക്ക് ലിമിറ്റ് എടുത്ത് നോക്കാം therefore integral 0 to 2 dx by 2x minus x സ്ക്വയറിനെ ആദ്യം രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ അപ്പോൾ നമ്മൾ അതിനെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം ദാറ്റ് ഈസ് 1/2 ഇൻറ്റു log a മൈനസ് log b എന്ന log a/b x/2 മൈനസ് എക്സ് എന്ന് എഴുതാം ഓക്കെ അപ്പോൾ അങ്ങനെ എന്താ എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് limit epsilon tends to 0 plus 1/2 into log x/2 minus x plus limit epsilon tends to 0 plus log 2 minus delta by delta
log ഇവിടെ 0 plus epsilon to 1. ഇവിടെ log എത്രയാ 1 to log x by 2 minus x 1 to 2 minus delta. ഇവിടെ ഡെൽറ്റ അല്ലേ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ഇൻ്റഗ്രലും ചെയ്യാം. രണ്ട് ഇൻ്റഗ്രലും ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. 1/2 ഇൻറ്റു ലിമിറ്റ് log 1 by log 1/2 minus 1. 1/2 എന്ന് വരും അല്ലേ, log 1/2 എന്ന് വരും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ log a by b, log 1 by 2 minus 1. അപ്പോൾ 1 എന്ന് വരും. log 1 2 minus 1 1 അല്ലേ. അപ്പോൾ log 1 minus log എക്സിന് എപ്സിലോൺ കൊടുക്കുമ്പോൾ എപ്സിലോൺ ബൈ 2 മൈനസ് എപ്സിലോൺ എന്ന് വരും. അപ്പോൾ log 1 മൈനസ് log എപ്സിലോൺ ബൈ 2 മൈനസ് എപ്സിലോൺ എന്ന് പറയുമ്പോൾ log എന്താ വരിക നമുക്ക് എപ്സിലോൺ ബൈ 2 മൈനസ് എപ്സിലോൺ എന്ന് വരും. ഇവിടെ 1/2 ഉണ്ട്, പ്ലസ് ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് അടുത്ത ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 പ്ലസ് 1/2 ഇൻറ്റു എന്താ വരിക ഇതിന് 2 അത് എക്സിന് 2 മൈനസ് ഡെൽറ്റ കൊടുക്കുമ്പോൾ 2 മൈനസ് ഡെൽറ്റ ബൈ 2 മൈനസ് 2 മൈനസ് ഡെൽറ്റ 2 മൈനസ് 2 പ്ലസ് ഡെൽറ്റ വരും. 2 മൈനസ് ഡെൽറ്റ ബൈ ഡെൽറ്റ എന്ന് വരും അല്ലേ. ഹാഫ് log 2 മൈനസ് ഡെൽറ്റ ബൈ ഡെൽറ്റ മൈനസ് log 1 കൊടുക്കുമ്പോൾ log 1/1 log 1 എന്ന് വരും. ഓക്കെ, അപ്പം എന്താ വരിക നമുക്ക് 1/2 ഇൻറ്റു എപ്സിലോൺ ടെൻസ് ടു 0 വരുമ്പോൾ 0 എന്ന് വരും. അപ്പോൾ 0 വരും ആദ്യത്തെ അല്ലേ. 1/2 ഇൻറ്റു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് 2 മൈനസ് എപ്സിലോൺ ബൈ എപ്സിലോൺ എന്ന് വരും. കാരണം പ്ലസ് 1/2 ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 പ്ലസ് log 2 മൈനസ് ഡെൽറ്റ ബൈ ഡെൽറ്റ. ഇവിടെ log 1 വരും. മറ്റോടത്ത് log 1 ആദ്യത്തേല് ഇവിടെ log 1 മൈനസാണ് വരിക. അപ്പം അതുകൊണ്ട് ആണ് log 1 0 ആണ്. 0 മൈനസ് 1/2 ഇൻറ്റു അല്ലേ, 0 മൈനസ് ഇതിൻ്റെ ഈ ലിമിറ്റാണ് വരിക. 0 മൈനസ് ആണ് വരിക, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് എഴുതിയത് കേട്ടോ. അപ്പം ഇങ്ങനെ വരും. പിന്നെ ഇത് രണ്ട് വെച്ച് നോക്കുമ്പോൾ എപ്സിലോൺ ടെൻസ് ടു 0 വരുമ്പോൾ എന്താ വരിക നോക്കുക. 2 മൈനസ് 0/0 എക്സിസ്റ്റ് ചെയ്യില്ല. ഇവിടെയോ 2 മൈനസ് 0/0 എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പം നമുക്ക് എന്ത് പറയാം, both the integrals on RHS do not exist എന്ന് പറയാം. exist. Therefore the improper integral diverges. The improper integral diverges എന്ന് പറയാം. ഓക്കെ, the improper integral diverges എന്ന് പറയാം. ഇനി അടുത്തത് ഇനി ഏരിയ കാണാനൊക്കെ പറഞ്ഞ് ചോദിക്കാം കേട്ടോ. ഫൈൻഡ് ദ ഏരിയ next question is find the area of the region that lies between the area of the region that lies between the curves y equal to sec x and y equal to tan x
from x equal to 0 to x equal to pi by 2. Area of the region that lies between the curves y equal to sec x and y equal to tan x from x equal to 0 to x equal to pi by 2. അപ്പോൾ എന്താ നമുക്ക് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ 0 to pi by 2 sec x minus tan x dx. Integral 0 to pi by 2 sec x minus tan x dx ചെയ്യുമ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എന്താ വരിക, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ 0 to pi by 2 minus epsilon pi by 2 minus epsilon. അതായത് പൈ ബൈ ടുവിലാണ് എക്സിസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ പൈ ബൈ 2 മൈനസ് എപ്സിലോൺ എന്ന് എടുത്തു നമ്മൾ. പൈ ബൈ ടുവിൽ കോസ് 90 കോസ് 0 1 കോസ് 90 0 ആണ്. അപ്പോൾ 1 ബൈ സീക്ക് 90 എന്ന് പറയുമ്പോൾ 1 ബൈ കോസ് 90 അല്ലേ, അപ്പോൾ അത് അതിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ പൈ ബൈ ടുവിൽ എക്സിസ്റ്റ് ചെയ്യാത്തത് നമ്മൾ പൈ ബൈ 2 മൈനസ് എപ്സിലോൺ എന്ന് എടുക്കാം. ഇൻറ്റു സീക്ക് എക്സ് മൈനസ് ടാൻ എക്സ്. അപ്പർ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല, അപ്പോൾ നമ്മൾ മൈനസ് എപ്സിലോൺ എടുത്തു. എന്നിട്ട് എന്താ ചെയ്യുക, ഇതിനെ ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ലിമിറ്റ് എപ്സിലോൺ ലാസ്റ്റിൽ നമ്മൾ ലിമിറ്റ് കൊടുക്കുള്ളൂ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ സീക്ക് എക്സ് മൈനസ് ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഇൻ്റഗ്രൽ സീക്ക് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്ന് വരും. ഇൻ്റഗ്രൽ സീക്ക് എക്സ് എന്ന് പറയുന്നത് ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ആണ് ഇൻ്റഗ്രൽ സീക്ക് എക്സ്. ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്ന് പറയുന്നത് ലോഗ് സീക്ക് എക്സ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇത് ഇൻ്റഗ്രൽ സീക്ക് എക്സ് ആണ്, ഇത് ഇൻ്റഗ്രൽ ടാൻ എക്സ് ആണ്. അപ്പോൾ അങ്ങനെ എഴുതി നമുക്ക് ലിമിറ്റ് കൊടുക്കുക. എന്താണ് 0 to pi by 2 minus epsilon എന്ന് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് that is equal to limit epsilon tends to 0 plus log sec x ന് പകരം 1 by cos x plus tan x എന്ന് പറയുന്നത് sin x by cos x എന്ന് എഴുതാം. പ്ലസ് ലോഗ് കോസ് എക്സ് ആണ്. അപ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബി ആണ്. അപ്പോൾ നമുക്ക് ലോഗ് എ ബി എന്ന് എടുക്കുകയാണെങ്കിൽ ഇൻറ്റു എന്തെഴുതാം നമുക്ക് കോസ് എക്സ് ലോഗ് എ പ്ലസ് ലോഗ് ബി ഈക്വൽ ലോഗ് എ ബി എന്നാണ് ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത്. ലോഗ് എ ബി എന്ന് എഴുതിയത്. എന്നിട്ട് ദാറ്റ് ഇസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ലിമിറ്റും കൊടുക്കണം പൈ ബൈ 2 മൈനസ് എപ്സിലോൺ. ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ലോഗ് എന്താ വരിക, ലോഗ് 1 പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് വരുമ്പോൾ 1 പ്ലസ് സൈൻ എക്സ് എന്നേ വരുള്ളൂ. 0 ടു പൈ ബൈ 2 മൈനസ് എപ്സിലോൺ എന്ന് പറഞ്ഞു. That is equal to limit epsilon tends to 0 plus എന്താ വരിക ലോഗ് പൈ 1 പ്ലസ് സൈൻ 90 മൈനസ് തീറ്റ സൈൻ 90 മൈനസ് തീറ്റ എന്ന് വരും. ലോഗ് 1 പ്ലസ് സൈൻ pi by 2 minus epsilon. Okay, pi by 2 minus epsilon വന്നു. മൈനസ് ലോഗ് 1 പ്ലസ് സൈൻ 0 എന്ന് വരും. സൈൻ 0 0 ആണ്, അപ്പോൾ ലോഗ് 1 ആ വരിക. ലോഗ് 1 0 ആണ്, അപ്പോൾ ഇത്രയേ വരുള്ളൂ. ഇങ്ങനെ വന്നു അല്ലേ. അപ്പോൾ എന്താ വരിക, ദാറ്റ് ഇസ് ഈക്വൽ ലോഗ് 1 പ്ലസ് സൈൻ 90 1. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ലോഗ് 1 പ്ലസ് സൈൻ 90 എന്ന് പറയുമ്പോൾ 1 ആണ്. എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് കൊടുക്കുമ്പോൾ അപ്പോൾ എന്താ വരിക, ലോഗ് 2 ആൻസർ. ഓക്കെ, ഇതുപോലത്തെ ഇൻ്റഗ്രലിൽ കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പോൾ എല്ലാവരും നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ്
സെക്കൻഡ് കൈൻഡ്. ഇനി ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ് സെക്കൻഡ് കൈൻഡും ഇതേപോലെ കൺവെർജസ് ബൈ കമ്പാരിസൺ ടെസ്റ്റും കോഷ്യൻ ടെസ്റ്റും എല്ലാം നോക്കുക. കോഷ്യൻ ടെസ്റ്റ് മുഖേനയോ കമ്പാരിസൺ ടെസ്റ്റ് മുഖേനയോ ഇതിൻ്റെ കൺവെർജൻസ് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇതെല്ലാം ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് കൺവെർജൻസ് നോക്കുക നമ്മൾ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ടെസ്റ്റ് ഫോർ convergence of integral 3 to 6 log x by x minus 3 the whole raised to 4 dx. നോക്കി നോക്കൂ, ഇത് നോക്കുമ്പോൾ കണ്ടോ 3 ഇത് ഡിനോമിനേറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ ഫംഗ്ഷൻ എഫ് എക്സ് ലോഗ് എക്സ് ബൈ എക്സ് മൈനസ് 3 ദ ഹോൾ റേസ് ടു 4 എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ആണ് കിട്ടി. അപ്പം നമുക്ക് മനസ്സിലായില്ലേ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് ആണ് കിട്ടി. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ നമുക്കപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ടെസ്റ്റുകൾ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ log x by x minus 3 the whole raised to 4 എടുക്കുകയാണെങ്കിൽ which is greater than 1 by x minus 3 the whole raised to 4 ആയിരിക്കും. ഇങ്ങനെയുള്ള ചില റിസൾട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. log x by x minus 3 the whole raised to 4 is greater than 1 by x minus 3 the whole raised to 4. കാരണം ഇവിടെ ന്യൂമറേറ്ററിൽ നമ്മൾ log x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുല്ലോ. for x greater than 3 ഇങ്ങനെയുണ്ട് കേട്ടോ. x greater than 3ക്ക് log x by x minus 3 the whole raised to 4 is greater than 1 by x raised to 4 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, this converges പിന്നെ ഇതിൻ്റെ കൺവെർജൻസും ഡൈവർജൻസും മറ്റേത് വെച്ചിട്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പം ഇത് കൺവെർജ് ചെയ്യുക, വലുത് കൺവെർജൻ്റ് ആണെന്ന് വെച്ചാൽ ചെറുത് കൺവെർജൻ്റ് ആയിരിക്കും, ചെറുത് ഡൈവർജൻ്റ് ആണെങ്കിൽ വലുത് ഡൈവർജൻ്റ് ആയിരിക്കും. പക്ഷെ നമുക്കറിയാം we know that integral 3 to 6 dx by x minus 3 the whole raised to 4 diverges since 1 by x minus a the whole raised to p 1 by integral 1 by x raised to p dx which diverges if p greater than 1. Since 4 greater than 1, p equal to 4 greater than 1 ആയതുകൊണ്ട് diverges ആണ്. Therefore by comparison test integral, അപ്പോൾ ഇത് ഡൈവർജസ് ആയതുകൊണ്ട് ചെറുതേ ഡൈവർജ് ആയിക്കഴിഞ്ഞാൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വലുതും ഡൈവർജൻ്റ് ആയിരിക്കും. log x by x minus 3 the whole raised to 4 also diverges. നമ്മൾ ചെറിയ ടെസ്റ്റുകൾ ഉപയോഗിക്കേണ്ടി വരും എല്ലാത്തിനും. അങ്ങനെ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, ഉപയോഗിക്കാതെ കിട്ടിച്ചാൽ ആ രീതിയിൽ ചെയ്യാം, ഉപയോഗിച്ചാട്ടേ കിട്ടിയുള്ളൂ വെച്ചാൽ ടെസ്റ്റുകൾ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഇത് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. രണ്ടാമത്തെ അടുത്തത് ഇൻ്റഗ്രൽ 0 to pi sin x by x cube dx. sin x by x cube dx. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രലിന് കുറച്ച് പ്രയാസം തന്നെയാണ് ഇത്. എഫ് എക്സ് എന്ന് പറയുന്നത് എന്താ എടുക്കുക, sin x by x cube ആണ്. പിന്നെ sin x എപ്പോഴും greater than or equal to 0 for 0 less than x less than or equal to pi ആയിരിക്കും. നമ്മൾ ടേക്ക് g of x എന്ന് പറയുന്നത് 1 by x square എന്നാണ് എടുക്കണമെങ്കിൽ ലിമിറ്റ് x tends to 0 plus f of x by g of x എടുത്താൽ എന്താ വരിക, ലിമിറ്റ് x tends to 0 plus sin x by x cube into x square എന്ന് വരും. അപ്പം എന്താണ് sin x by x എന്ന് വരും.
So that is 1 എന്ന് വരും. Therefore by quotient test integral 0 to pi f of x dx and integral 0 to pi g of x dx converge or diverge together. Integral 0 to pi f of x dx integral 0 to pi g of x dx converge or diverge together. Integral 0 to pi g of x dx integral 0 to pi 1 by x square dx ആണ്. P എന്ന് പറയുന്നത് 2 which is greater than 1. 1 by x raised to p where p equal to 2 greater than 1 ആയതുകൊണ്ട് therefore converges ആണ്. Integral 0 to pi f p greater than 1 ആണ്. Integral 0 to pi 1 by x square dx diverges since 2 greater than 1. അതായത് greater than 1 ആവുമ്പോൾ 1 by x minus a dx ഉള്ളതിൽ അങ്ങനത്തേൽ greater than 1 ആണെങ്കിൽ ഡൈവർജ് ആണ് ചെയ്യുക കേട്ടോ. ഈ പ്രോബ്ലം ഉണ്ട്, അത് നമ്മൾ ചെയ്തിട്ടില്ല. അതായത് ഈ പ്രോബ്ലം ആണ്. എങ്ങനെ വെച്ചാൽ നമ്മളത് ചെയ്തില്ല, ആ പ്രോബ്ലം വിട്ടുപോയി. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ദ ഇംപ്രോപ്പർ ഇന്റഗ്രൽ a to b dx by x minus a the whole raised to p converges if p less than 1 and diverges if p greater than or equal to 1. ഇതെല്ലാവരും പഠിച്ചു വയ്ക്കുക. Integrals a to b dx by x minus a the whole raised to p converges if p less than 1, diverges if p greater than 1. ഇതുണ്ട് ടെക്സ്റ്റിൽ വർക്ക്ഡ് ഔട്ട് ആണ്, ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമുക്കിത് ഡൈവർജസ് എന്ന് കിട്ടും. ഡൈവർജ് ചെയ്യുന്നുണ്ട് എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രൽ ഡൈവർജ് ചെയ്യുന്നതുകൊണ്ട് എന്ത് പറയാം നമുക്ക്, പിന്നെ ജി ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ഡൈവർജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, therefore integral 0 to pi f of x dx equal to integral 0 to pi sin x by x cube dx also diverges നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? ഇതേപോലെ പല ടെസ്റ്റുകളും ഉണ്ട്, പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ തന്നെ നമ്മൾ ഈ സെക്കൻഡ് ടെസ്റ്റിൻ്റെ തന്നെ അബ്സല്യൂട്ട് കൺവെർജൻസിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. കണ്ടീഷണലി കൺവെർജൻസ്, അബ്സല്യൂട്ട്ലി കൺവെർജൻറ്റ്, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതൊരു തിയറം നോക്കുക. Integral a to b f of x dx converges absolutely, then integral a to b f of x dx is convergent. അതായത് അബ്സല്യൂട്ട് കൺവെർജൻ്റ് ആണെന്ന് വെച്ചാൽ കൺവെർജൻ്റ് ആണ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഷോ ദാറ്റ് ദ ഇംപ്രോപ്പർ integral 0 to 1 sin x by x raised to p dx where p greater than 0 converges absolutely for p less than 1. ഇത് പണ്ട് ചെയ്ത പോലെ തന്നെയാണ്. മോഡുലസ് ഓഫ് സൈൻ എക്സ് ബൈ എക്സ് റേസ് ടു പി എടുക്കുക, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സൈൻ എക്സ് ബൈ ഈക്വൽ ടു മോഡ് സൈൻ എക്സ് ബൈ മോഡ് എക്സ് റേസ് ടു പി എന്ന് വരും, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ സൈൻ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, മോഡ് സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എക്സ് റേസ് ടു പി എന്ന് വരും. അപ്പോൾ എന്താ പറയുക നമുക്ക്, therefore integral 0 to 1 by x raised to p dx converges if and only if p less than 1. Converges if p less than 1. Therefore, by comparison test
integral 0 to 1 modulus of sin x by x raised to p dx. ഇത് കൺവെർജൻസ് ആണ് കൺവെർജന്റ് ആണെങ്കിൽ ഇത് കൺവെർജന്റ് ആണ്. dx converges for p less than 1 കിട്ടി. therefore എന്ത് പറയാം നമുക്ക്? therefore integral 0 to 1 sin x by x raised to p dx converges absolutely ഇത് മോഡാണ് കേട്ടോ. അത് converges absolutely for p less than 1. മോഡുലസ് എടുക്കുമ്പോഴും കൺവെർജന്റ് ആണ് അല്ലേ? അപ്പം കൺവെർജന്റ് absolutely എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ് നമ്മൾ ചെയ്തതിൽ ഒരു integral a to infinity 1 by x raised to p dx ആണ് കൺവെർജ് ചെയ്യുന്നത്. p greater than 1 കൺവെർജ് ചെയ്യുന്നത് കേട്ടോ. ലെസ് ദാൻ 1 ഡൈവേർജ് ചെയ്യുകയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഡൈവേർജ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതങ്ങനത്തെ അല്ല. ഇത് ഇന്റഗ്രൽ എന്താണ്? ഏതാ നാളിപ്പോൾ അടുത്ത പ്രോബ്ലം? ദിസ് വൺ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റഗ്രൽ a to b 1 by x minus a the whole raised to p dx converges if p less than 1 ആണ്. diverges if p greater than or equal to 1 ആണ്. വേണമെങ്കിൽ ചെയ്യാം. അത് കഴിഞ്ഞ പ്രോബ്ലം ഞാൻ ചെയ്യാൻ വിട്ടുപോയതാണ്. ഷോ ദാറ്റ് ഇന്റഗ്രൽ a to b dx by x minus a the whole raised to p converges if p less than 1 and ഈ റിസൾട്ട് ഓർമ്മിച്ച് വെക്കുകയും വേണം. ഡൈവർജസ് ഇഫ് p greater than or equal to 1 കേട്ടോ. അപ്പം നമ്മൾ ഈ ഇൻ്റഗ്രൻ്റ് 1 by x minus a the whole raised to p ആണ്. അടുത്ത് കഴിഞ്ഞാൽ x ഈക്വൽ ടു എയിൽ ഇത് 0 വരുന്നതുകൊണ്ട് അൺബൗണ്ടഡ് ആണ് അല്ലേ? പക്ഷെ കണ്ടിന്യൂസും ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ a to b 1 by x minus a the whole raised to p dx-നെ limit x tends to 0 plus epsilon tends to 0 plus integral 0 plus epsilon to a plus epsilon to b 1 by x minus a the whole raised to p dx എന്ന് എഴുതാം. 1 by x minus a the whole raised to p dx എന്ന് എഴുതാം. എന്നിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് മറ്റേ എന്താ വരിക? എക്സ് മൈനസ് എ റേസ് ടു മൈനസ് പി പ്ലസ് 1 ബൈ മൈനസ് പി പ്ലസ് 1 വരും. എന്താണ്? എ പ്ലസ് എപ്സിലോൺ ടു ബി. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. ആദ്യം ബി കൊടുക്കുക. അപ്പം എന്താ വരിക? എന്നിട്ട് ലിമിറ്റ് കൊടുക്കുക. ബി കൊടുക്കുമ്പോൾ ബി മൈനസ് എ റേസ് ടു ബൈ ബി മൈനസ് എ ബൈ b minus a raised to minus p plus 1 by minus p plus 1 minus a കൊടുക്കുക. a plus epsilon minus a. അപ്പോൾ epsilon raised to minus p plus 1 by minus p plus 1 ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ഇതിനെ. എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഉണ്ട് കേട്ടോ. എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് കൊടുക്കുമ്പോൾ ഇത് 0 വരും. അപ്പോൾ നമുക്ക് എന്താ വരിക? ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ റേസ് ടു മൈനസ് പി പ്ലസ് 1 ഈക്വൽ ടു എന്താ വരിക? 0 ഇഫ് പി ലെസ് ദാൻ 1. പി ലെസ് ദാൻ 1 ആണെങ്കിൽ ലെസ് ദാൻ 1 ഇപ്പം നെഗറ്റീവ് 1/2 ആണെന്ന് വിചാരിക്കുക. അപ്പം എന്താ വരിക? റേസ് ടു എപ്സിലോൺ റേസ് ടു 1/2 എന്ന് വരും അല്ലേ? 1/2 എന്ന് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വരിക? എപ്സിലോൺ റേസ് ടു 1/2 എന്ന് വരുമ്പോൾ എപ്സിലോൺ വളരെ ചെറിയ നമ്പറാണ്.
അപ്പോൾ ഇത് ടെൻസ് ടു 0 വരും. ഓക്കെ, എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എടുക്കുമ്പോൾ ലെസ് ദാൻ 1 ആകുമ്പോൾ ലെസ് ദാൻ 1 1-നേക്കാൾ അപ്പോൾ 0 വരും. ആൻഡ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആണ് എന്താ വരിക, ഒരു നെഗറ്റീവ് നമ്പർ വരും. അപ്പം എന്താണ്, എപ്സിലോൺ ഈസ് ടു അല്ലേ 1-നേക്കാൾ കൂടുതലാകുമ്പോൾ P 1-നേക്കാൾ കൂടുതലാകുമ്പോൾ 3 5 എന്നൊക്കെ എടുക്കുമ്പോൾ എന്താ വരും, 5 എന്ന് എടുത്ത് കഴിഞ്ഞാൽ -5 + 1 വരും. എപ്സിലോൺ റേസ് ടു -5 + 1 എന്ന് വെച്ചാൽ എപ്സിലോൺ റേസ് ടു -4, അതായത് 1/എപ്സിലോൺ റേസ് ടു 4 ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഡിനോമിനേറ്ററിൽ 0 വരുമ്പോൾ ഇൻഫിനിറ്റി വരും. ഇഫ് P ഗ്രേറ്റർ ദാൻ 1 മനസ്സിലായി. ഇവിടെ P ലെസ് ദാൻ 1 ആകുമ്പോൾ നോക്കൂ, P ലെസ് ദാൻ 1 ആകുമ്പോൾ -1/2 ലെസ് ദാൻ 1 ഉള്ളത് ഞാൻ 1/2 എന്ന് എടുക്കുകയാണെങ്കിൽ -1/2 + 1 എന്ത് വരും, 1/2 എന്ന് വരും. എപ്സിലോൺ റേസ് ടു 1/2 എന്ന് വരും അല്ലേ. അപ്പോൾ 0 എന്ന് വരും. എപ്സിലോൺ ടെൻസ് 0 വരുമ്പോൾ 0 വരും ആൻസർ. അത് അങ്ങനെയാണ് ഇങ്ങനെ രണ്ട് ഇത് വരിക. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ എഴുതാം, ഇൻ്റഗ്രൽ a to b 1/x - a the whole raised to p dx-നെ നമുക്ക് എന്താ എഴുതാം, രണ്ടാക്കി എഴുതേണ്ടി വരും നമുക്ക് ലിമിറ്റ് കിട്ടിയതിനെ. 1/1 - p × b - a raised to -p + 1 if p less than 1 infinity if p greater than 1. അപ്പോൾ നമുക്ക് therefore this integral converges if p less than 1 and diverges if p greater than 1. ഇത് ഈ റിസൾട്ട് ഞാൻ പഠിച്ചു വെക്കുക കേട്ടോ എല്ലാവരും. ഇത് റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത്യാവശ്യമാണ് എല്ലാത്തിനും. ഇനി വെൻ p = 1 ആകുമ്പോൾ ഇൻ്റഗ്രൽ a to b 1/x - a the whole raised to p dx എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ a to b 1/x - a dx വരുള്ളൂ, p 1 ആയതുകൊണ്ട്. അപ്പം നമുക്ക് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ a + എപ്സിലോൺ ടു b 1/x - a dx എന്ന് വരും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, log x - a + എപ്സിലോൺ ടു b എന്ന് വരും. അപ്പോൾ വരുമ്പോൾ എന്താ വരിക, ലോഗ് അപ്പർ ലിമിറ്റ് കൊടുക്കുക b - a, ലോവർ ലിമിറ്റ് കൊടുക്കുക -log a + എപ്സിലോൺ - a അല്ലേ. എപ്സിലോൺ ലോഗ് എപ്സിലോൺ എന്ന് വരും. ലോഗ് എപ്സിലോൺ എന്ന് വരുമ്പോൾ log 0 എന്ന് വരും. log 0 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി. പ്ലസ് ലോഗ് എപ്സിലോൺ എന്ന് വരും. മൈനസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് log എപ്സിലോൺ എന്ന് വരും. ബട്ട് ഇതെന്ന് പറയുമ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് log 0 എന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയാണ് വരിക കേട്ടോ, -ഇൻഫിനിറ്റിയാണ് വരിക. അപ്പോൾ -ഇൻഫിനിറ്റിയാണ് വരിക. therefore എന്ത് പറയാം നമുക്ക്, the limit on the RHS does not exist ആണ്. therefore the integral a to b 1/x - a is divergent. അപ്പോൾ നമുക്ക് ഹോളായിട്ട് നോക്കുമ്പോൾ എന്താ വരിക, integral a to b 1/x - a the whole raised to p dx is convergent if p less than 1 and diverges if p greater than or equal to 1. ഫൈനലായിട്ട് അതും കൂടെ അങ്ങ് എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് കൈൻഡ് കഴിഞ്ഞു, ഇനി തേർഡ് കൈൻഡും കൂടെ ഉള്ളൂ കേട്ടോ.